ഹായ് എല്ലാവർക്കും സിനീസ് ഫുഡ് കോർട്ടിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇത് ഞങ്ങളുടെ കൊച്ചിയിലൊക്കെ സ്പെഷ്യലായിട്ടുള്ള ചെമ്മീൻ ദം ബിരിയാണിയാണ്. നമുക്ക് ചെമ്മീൻ എന്ന് പറഞ്ഞാൽ നല്ല ഫേവറേറ്റ് ആണ് ഇവിടെ എല്ലാവരുടെയും. അപ്പോൾ ചെമ്മീൻ വെച്ചിട്ട് എപ്പോഴും ബിരിയാണി ഉണ്ടാക്കുക പതിവാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ ബിരിയാണി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ചെമ്മീൻ ബിരിയാണി റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. ചെമ്മീൻ ഇവിടെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്കിത് ചെമ്മീനൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ചെമ്മീനിൽ പുരട്ടിയെടുക്കുക. മസാല പുരട്ടിയതിന് ശേഷം നമുക്കൊരു 10 മുതൽ 15 മിനിറ്റ് വരെ ഇതൊന്ന് മാറ്റി വെക്കാം, നന്നായിട്ട് മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമുക്കിത് വറുത്തെടുക്കാം. വറുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കാം. വറുത്തെടുക്കുമ്പോൾ ചെമ്മീൻ ഒത്തിരി മൊരിഞ്ഞ് പോകേണ്ട ആവശ്യമില്ല. നമുക്ക് ഒരു 1/4 ഭാഗമൊക്കെ ഒന്ന് വെന്ത് വരുന്ന രീതിയിൽ നമ്മൾ വറുത്തെടുത്താൽ മതി. ഒത്തിരി മൊരിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബിരിയാണിക്ക് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ ഇതിന് പകരം വേണമെങ്കിൽ ചെമ്മീൻ വേവിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഗ്രേവിയിലിടാം. അതിനേക്കാളും കുറച്ചും കൂടി ടേസ്റ്റ് ഇതുപോലെ വറുത്തിട്ട് ചെയ്യുമ്പോഴാണ്. ചെമ്മീനൊക്കെ ഒരു സൈഡ് നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ ചെമ്മീനൊക്കെ അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്, ഒത്തിരി മൊരിഞ്ഞൊന്നും പോയിട്ടില്ല. അപ്പോൾ ഈ ഒരു പാകമാകുമ്പോൾ നമുക്ക് ചെമ്മീൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഒത്തിരി അങ്ങ് മൊരിയാൻ വേണ്ടിയിട്ട് എണ്ണയിൽ തന്നെ ഇടണ്ട. ഞാനിപ്പോൾ ചെമ്മീനൊക്കെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഈ ഒരു എണ്ണയിൽ തന്നെയാണ് നമ്മൾ ബാക്കി മസാലയൊക്കെ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതേ എണ്ണയിലേക്ക് തന്നെ നമുക്കിനി ചെമ്മീൻ്റെ ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ള മസാലകൾ തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 വലിയ സവാള ഇതുപോലെ അരിഞ്ഞിട്ടുള്ളതാണ് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ചെറിയ സവാളയാണ് എടുക്കുന്നതെങ്കിൽ ഒരു 3 സവാള വരെ എടുത്താലും കുഴപ്പമില്ല. അത്യാവശ്യം നന്നായിട്ട് ഗ്രേവി വേണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് നമുക്ക് ഈ സവാള ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവാളയൊക്കെ നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി, അതുപോലെ ഒരു 10-12 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു 3 മുതൽ 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ കല്ലിൽ വെച്ച് ചതച്ചെടുത്തിട്ടുള്ളതാണ്. അത് ഏകദേശം ഒരു 2.5 ടേബിൾ സ്പൂണോളം വരും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരം മിക്സിയിൽ അടിച്ചിട്ട് പേസ്റ്റായിട്ട് വേണമെങ്കിലും ചേർക്കാം. ഞാനിവിടെ ചതച്ചിട്ട് ചേർത്തുന്നേ ഉള്ളൂ. അതും ഒന്ന് വഴറ്റിയെടുക്കുക സവാളയുടെ ഒപ്പം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ട് വഴന്ന് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, അതുപോലെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഇതിലേക്ക് പ്രധാനമായിട്ട് ചേർക്കുന്നത് ഗരം മസാലയാണ്. അതൊരു 2 ടേബിൾ സ്പൂണോളം ചേർക്കുന്നുണ്ട്. ഞാനിവിടെ വീട്ടിൽ തന്നെ പൊടിച്ചിട്ടുള്ള ഗരം മസാലയാണ്. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ ഈ ഒരു ബിരിയാണിക്ക്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഒത്തിരി മസാലയൊന്നും നമ്മൾ ചേർക്കുന്നില്ല. മെയിനായിട്ട് ആ ഗരം മസാലയുടെ ടേസ്റ്റാണ് ഉണ്ടാവുക. പിന്നെ ലാസ്റ്റ് നമ്മൾ കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർക്കുന്നുണ്ട്. അത്രേ ഉള്ളൂ. അപ്പോൾ ഈ മസാലയുടെ പച്ചമണമൊക്കെ മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. മസാലയുടെ പച്ചമണമൊക്കെ നന്നായി മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 തക്കാളി ഞാനിവിടെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളതാണ്, അതുകൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതൊരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം നമ്മുടെ തക്കാളിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, നമുക്ക് മിക്സ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ അറിയാം തക്കാളിയൊക്കെ അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവായിരുന്നു. അപ്പോൾ ഇതിലേക്ക് ആവശ്യം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തക്കാളിയൊക്കെ വെന്ത് നമ്മുടെ ഗ്രേവി ഈ ഒരു പരിവായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ചെമ്മീനും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ചെമ്മീൻ അത്യാവശ്യം വെന്തിട്ടുള്ളതാണ്, എങ്കിലും കുറച്ചുകൂടെ നമ്മൾ ഈ ഗ്രേവിയിലിട്ടിട്ട് ഒന്ന് വേവിച്ചിട്ടെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതിലേക്ക് ഒരു 1/4 കപ്പ് നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ ഇതൊരു 10 മുതൽ 15 മിനിറ്റ് വരെ നമുക്കിതുപോലെ അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ നന്നായിട്ട് ആ ഗ്രേവിയിൽ കിടന്നിട്ട് ചെമ്മീനൊക്കെ ബാക്കിയുള്ളതൊക്കെ വെന്ത് കിട്ടും നന്നായി. ഇപ്പോൾ ഇതാ ഗ്രേവിയൊക്കെ നന്നായി റെഡിയായി വന്നിട്ടുണ്ട്. നമ്മുടെ ചെമ്മീനൊക്കെ ബാക്കിയുള്ളതും വെന്ത് കിട്ടിയിട്ടുണ്ട്.
ഇനി ഇതിലേക്ക് ഞാൻ ഈ ഒരു സമയത്ത് 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഗ്രേവി ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഗ്രേവി വേണം നമ്മൾ ചെമ്മീൻ്റെ ബിരിയാണി ചെയ്യുമ്പോൾ. കാരണം ചിക്കനൊക്കെ ചെയ്യുന്ന പോലെ അല്ലല്ലോ, ചെമ്മീൻ ചെയ്യുമ്പോൾ കുറച്ച് ഗ്രേവി ഉണ്ടെങ്കിലേ നമ്മുടെ ബിരിയാണിക്ക് അത്രയും ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഇതിലേക്ക് ഞാൻ മല്ലിയില കൂടെ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് മല്ലിയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ലാസ്റ്റ് ഇതുപോലെ മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ, നമ്മുടെ ചെമ്മീൻ്റെ ഗ്രേവി റെഡിയായി. ഇനി നമുക്ക് ഇത് മാറ്റി വെച്ചിട്ട് ചോറിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ജീരകശാല അരിയോ ഏത് അരി വേണമെങ്കിലും എടുക്കാം കേട്ടോ ബിരിയാണിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ ബസ്മതി റൈസ് എടുത്തു എന്നുള്ളൂ, കുറച്ച് നീളമുള്ള ടൈപ്പ് അരിയാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു അരമണിക്കൂർ ഒന്ന് വെള്ളത്തിൽ കുതിർത്തി വെക്കാം. അപ്പോൾ നന്നായിട്ട് പെട്ടെന്ന് തന്നെ ചോറ് വെന്ത് കിട്ടും. ഇനി അരി വേവിക്കാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം വെക്കുക. കുറച്ച് വെള്ളം കൂടിയാലും കുഴപ്പമില്ല, നമ്മളിത് ഊറ്റിയെടുക്കുകയാണ്. ഇതിലേക്ക് ഞാൻ കുറച്ച് പെരിഞ്ചീരകം, 1 കഷ്ണം പട്ട, 2 കറയാമ്പൂ, ഏലക്കായ അതൊക്കെ ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് വെള്ളം നന്നായി തിളപ്പിക്കുക. പിന്നെ ഇതിലേക്ക് അരി തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിലും അതുപോലെ തന്നെ 1 ടീസ്പൂൺ നാരങ്ങാനീരും ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഒട്ടും തന്നെ അരിയൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിപ്പിടിക്കില്ല. ഇനി ഇത് അടച്ചു വെച്ചിട്ട് നമുക്ക് തിളക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരി ഞാൻ കഴുകി അതുപോലെ ഊറ്റി വെച്ചിരുന്നതാണ് വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട്, അത് നമുക്കിതിലേക്ക് ചേർത്തിട്ട് ഇന്നതുപോലെ ഇളക്കി കൊടുക്കാം. അപ്പോൾ അരിയൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് നന്നായി തിളച്ച് വരട്ടെ. തിളക്കുമ്പോൾ നമ്മുടെ അരി വെന്ത് കിട്ടും. പിന്നെ അരി ഒത്തിരി വെന്ത് പോകരുത്, അപ്പോൾ ഇടയ്ക്ക് നോക്കുക. ഒരു 1/4 ഭാഗം വേവാവുന്ന സമയത്ത് നമുക്കിത് ഒരു പാത്രത്തിലേക്ക് ഊറ്റാം. കാര്യം അല്ലെങ്കിൽ ദം ചെയ്ത് കഴിയുമ്പോൾ ഒത്തിരി അങ്ങ് വെന്ത് പോവും. അപ്പോൾ ഒരു 1/4 ഭാഗം വേവാകുമ്പോൾ ഇതുപോലൊരു പാത്രത്തിലേക്ക് നമുക്ക് അരിയൊക്കെ ഊറ്റിയെടുക്കാം. ഇനി ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കിയിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ചേർത്തിട്ട് അതിൽ കുറച്ച് മുന്തിരിയും അതുപോലെ കാഷ്യൂനട്ടൊക്കെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നെയ്യിൽ തന്നെ വറുക്കുകയാണെങ്കിൽ നമ്മുടെ ബിരിയാണിക്ക് ഒന്നുകൂടി ടേസ്റ്റാണ്. അപ്പോൾ ആ മുന്തിരിയും കാഷ്യൂനട്ടൊക്കെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 സവാള ഇതുപോലെ സ്ലൈസ് ചെയ്ത് അരിഞ്ഞിട്ടുള്ളതാണ്. അത് നമുക്ക് നല്ല മുരിഞ്ഞ് ക്രിസ്പി ആവുന്നവരെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ സവാള നല്ല ക്രിസ്പി ആയി കിട്ടണം, കരിഞ്ഞ് പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന സമയത്ത് അത് നമുക്ക് നെയ്യിൽ നിന്ന് മാറ്റാം. അപ്പോൾ സവാള നല്ല ക്രിസ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു പാത്രത്തിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ. ഇനി നമുക്ക് ബിരിയാണി ദം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇതുപോലൊരു കടായിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ ആദ്യം തന്നെ നെയ്യ് ചേർത്തിട്ട് അതിൻ്റെ മുകളിൽ ചോറിട്ട് നമ്മൾ ദം ചെയ്യുമ്പോൾ ആ നെയ്യുടെ ഫ്ലേവർ നന്നായിട്ട് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് താഴെ ഇങ്ങനെ നെയ്യ് ചേർക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യത്തെ ലെയർ റൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ നമുക്ക് നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള സവാളയും അതുപോലെ തന്നെ കാഷ്യൂനട്ടും റൈസിൻസൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ മല്ലിയില ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മല്ലിയില ഇടുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ചെമ്മീൻ്റെ ഗ്രേവി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചെമ്മീൻ്റെ ഗ്രേവി അത്യാവശ്യം ഇതുപോലെ നന്നായിട്ടില്ലെങ്കിൽ നമ്മുടെ ബിരിയാണിക്ക് അത്രയും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നന്നായിട്ട് സവാളയും അതുപോലെ തക്കാളിയൊക്കെ ഉണ്ടെങ്കിലേ അത്യാവശ്യം ഗ്രേവി കിട്ടുള്ളൂ. നമ്മുടെ ചെമ്മീൻ്റെ ഗ്രേവിയൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് ബാക്കിയുള്ള റൈസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ചെമ്മീൻ്റെ മുകളിൽ കുറച്ച് സവാള വറുത്തത് കൂടി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്കായിട്ടാണ് റൈസ് ഇട്ട് കൊടുക്കുന്നത്. ബാക്കിയുള്ള റൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് നെയ്യ് കൂടെ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് നാരങ്ങാനീര് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ബാക്കിയുള്ള സവാളയും അതുപോലെ തന്നെ നട്ട്സും റൈസിൻസൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ മുകളിലും കുറച്ച് മല്ലിയില ചേർക്കുന്നുണ്ട്. അപ്പം മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർ മല്ലിയില ചേർത്ത് കൊടുത്തോളൂ. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് നമുക്കിത് ദം ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ഇത് ഞാനൊരു അലുമിനിയം ഫോയിൽ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്യുന്നുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ ലിഡ് വെച്ചിട്ട് ക്ലോസ് ചെയ്യണേ. അപ്പോൾ ഒട്ടും തന്നെ ആവിയൊന്നും പുറത്ത് പോവാതെ നമുക്ക് നന്നായി തന്നെ ദം ചെയ്ത് കിട്ടും. അപ്പോൾ ആദ്യം തന്നെ അലുമിനിയം ഫോയിൽ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് ഈ പാത്രത്തിന് തന്നെ ലിഡ് വെച്ചിട്ട് നന്നായി ക്ലോസ് ചെയ്യാം. പൊട്ടും തന്നെ ആവിയൊന്നും പുറത്തേക്ക് പോവില്ല. ഞാനതുപോലെ ഒരു തട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മുടെ ഈ കടായി വെക്കുന്നത്. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 20 മിനിറ്റാണ് നമ്മൾ ഈ ബിരിയാണി ദം ചെയ്യുന്നത്. 20 മിനിറ്റ് ദം ചെയ്തതിന് ശേഷം നമ്മളൊരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 40 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് ഇത് തുറന്ന് നോക്കിയാൽ മതി. അപ്പോഴേ ആ ചൂടിലിരുന്നിട്ട് നന്നായി റെഡിയായി കിട്ടുള്ളൂ. ഇപ്പോൾ ഒരു 40 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാനിത് തുറക്കുന്നത്. നല്ലൊരു ഫ്ലേവറാണ്, തുറക്കുമ്പോൾ നല്ല മണമാണ്. നന്നായിട്ട് നമ്മുടെ ബിരിയാണി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
അപ്പോൾ ഇത് സെർവ് ചെയ്യുന്ന സമയത്ത് മിക്സ് ചെയ്തിട്ട് ചെമ്മീനും റൈസും കൂടെ ഒരുമിച്ച് സെർവ് ചെയ്യുക. ഇതാ നമ്മുടെ അടിപൊളി ബിരിയാണി ഇവിടെ റെഡിയായി. അപ്പോൾ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. കണ്ടില്ലേ, ഇത്രേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ്. അപ്പോൾ ഇതാ നമ്മുടെ ചെമ്മീൻ ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ചെമ്മീൻ വാങ്ങുമ്പോൾ എന്തായാലും ഇതുപോലൊരു ഒന്ന് ബിരിയാണി വെച്ച് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്നതിനേക്കാളും ടേസ്റ്റിയാണ് ഇതുപോലെ തയ്യാറാക്കുമ്പോൾ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ താഴെ കാണുന്ന ആ റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ വരും, അതുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്